സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്, രാഷ്ട്രീയത്തിൽ ദേവിക എനിക്കെൻ്റെ മരുമകളല്ല, ശത്രു മാത്രം, ദേവികയെ എങ്ങനെയും ജയിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ ലക്ഷ്യമെന്ന്. ഇത് കേട്ട സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ വിഷമാവുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ദേവിക പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കണ്ട, എന്തായാലും അമ്മ ജയിക്കാനൊന്നും പോകുന്നില്ല, വിജയം VDFന് തന്നെയായിരിക്കും, നമ്മളുടെ സീറ്റ് ഒരിക്കലും വിട്ടുകൊടുക്കൂലെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥന് സന്തോഷമാവുന്നുണ്ട്. മോൾ എന്തായാലും ഇനി ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം, ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്നിട്ട് മത്സരിക്കണില്ല എന്ന് പറയരുത്. ഇതുവരെയും പ്രഭയെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാമെന്നൊരു വിചാരം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അത് നടക്കൂല, മത്സരം തന്നെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജയിക്കാൻ മാക്സിമം നോക്കണം, അതിനുവേണ്ടി പ്രഭയെ ഉപദ്രവിക്കാനും പറ്റില്ല, പ്രഭ ജയിക്കുവാണെങ്കിൽ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഒരിക്കലും അമ്മ ജയിക്കില്ല, അമ്മയ്ക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന്. ആ സമയം സിദ്ധാർത്ഥൻ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെയാണ്. ഗിരീശൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്, മേഡത്തോട് എനിക്കിപ്പോൾ കുറച്ചും കൂടി ബഹുമാനം കൂടുതൽ തോന്നുന്നുണ്ടെന്ന്. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, അതിനിപ്പോൾ എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ, അത് വേറൊന്നുമല്ല, ജയേട്ടൻ്റെയൊക്കെ അടുത്ത് സിദ്ധാർത്ഥ സാറിനെയും ദേവികയും സപ്പോർട്ട് ചെയ്തല്ലേ മേഡം സംസാരിച്ചത്, അവരെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അതിനുശേഷം ജയേട്ടൻ ദേവികയുടെ പ്രചരണം ഒന്ന് തണുപ്പിക്കാവൂന്ന് ചോദിച്ചപ്പോഴും മേഡം അതിനെ എതിർത്താ സംസാരിച്ചതെന്ന് ജയേട്ടൻ പറഞ്ഞു. മേഡത്തിൻ്റെ ആ സംസാരം ജയേട്ടന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, നേരായ രീതിയിലൂടെ നേടണം വിജയം മതിയെന്ന് മേഡം ഉറപ്പിച്ചു പറഞ്ഞതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും മത്സരം നല്ല രീതിയിൽ തന്നെ നടക്കും, മേഡം ജയിച്ചാലും ദേവിക ജയിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അതെന്താ ഗിരീഷ, KDF ജയിക്കുമ്പോഴല്ലേ കൂടുതൽ സന്തോഷം ഉണ്ടാവണേന്ന് ചോദിക്കുമ്പം, അത് നേരെ മേഡം പറഞ്ഞത്, പക്ഷേ നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരല്ലേ, അപ്പോൾ അതിൽ ആര് ജയിച്ചാലും എനിക്ക് സന്തോഷം തന്നെയാണ്, പിന്നെ കൂടുതൽ സന്തോഷം എൻ്റെ പ്രസ്ഥാനം ജയിക്കുന്നത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ മേഡത്തിന് വേണ്ടി ഏത് രീതിയിലും പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കണം, മേഡം അതോർത്തൊന്നും വിഷമിക്കണ്ട. പിന്നെ എനിക്ക് മേഡത്തിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്, തികച്ചും വ്യക്തിപരമായ കാര്യം. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട്, നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ, നീ എൻ്റെ പാർട്ടി പ്രവർത്തകൻ മാത്രമല്ലല്ലോ, എൻ്റെ മകളുടെ ഭർത്താവും കൂടി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതറിയാം, എന്നാലും ഞാൻ ചോദിക്കണേൽ മേഡം വേറൊന്നും ധരിക്കരുത്, സത്യത്തിൽ ആ നോമിനേഷൻ കൊടുക്കാൻ വരുന്ന അന്ന് എന്താ സംഭവിച്ചതെന്ന്. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ഗിരീഷ, അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല, അതിൽ VDFനോ സിദ്ധാർത്ഥനോ ദേവികയ്ക്ക് ആർക്കും പങ്കുമില്ല, ഇതെൻ്റെ വെറും വ്യക്തിപരമായ കാര്യം മാത്രം, അതിപ്പോൾ ഇലക്ഷനുമായിട്ട് ഞാൻ കൂട്ടിക്കൊഴിക്കണമെന്നില്ല, എന്തായാലും ഇലക്ഷൻ കഴിയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അതിനുള്ള കണക്ക് തീർത്തോളാം, എന്തായാലും അവരാരും നിങ്ങളുടെ ശത്രുക്കളല്ല, എൻ്റെ മാത്രം ശത്രുക്കളാണ്. ആ സമയത്ത് ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, എന്നാലും മേഡത്തിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഗിരി, ഇനി അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട, എന്തായാലും ഇലക്ഷനൊക്കെ കഴിയട്ടെ, അതിനുശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാം, ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ സാധിക്കില്ല എന്ന്. ആ സമയത്ത് നമ്മളുടെ പ്രഭാവതി ഋഷി ഇങ്ങനെ കസേര കെട്ടിയിട്ടേർന്നതും അതുപോലെ തന്നെ കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിലും ഗിരീഷിനോട് ഒന്നും തന്നെ പറയുന്നില്ല. പിന്നീട് നമ്മളുടെ അരുന്ധതിയാണ് ഈ ത്യാഗരാജനെ വിളിക്കുന്നുണ്ട്. ത്യാഗരാജൻ അരുന്ധതിയുടെ കോള് കണ്ടതും എടുത്തിട്ട് എന്താ മേഡം എന്ന് ചോദിക്കുമ്പം, എവിടം വരെയായി ദേവികയുടെ ഇലക്ഷൻ പ്രചരണമൊക്കെ, പോസ്റ്ററൊക്കെ ഒട്ടിച്ച് തുടങ്ങിയോന്ന് ചോദിക്കുമ്പം, ഇല്ല മേഡം, അതിൻ്റെ ഉദ്ഘാടനം ഇന്നാ, എന്തായാലും ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണെന്ന് പറയുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എന്ത് വില കൊടുത്തും നമുക്ക് ദേവികയെ ജയിപ്പിക്കണം, അതിനുവേണ്ടി താൻ എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാവണം. ആ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട്, അതിന് ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും മേഡം, മേഡം അതോർത്തൊന്നും ടെൻഷൻ ആവണ്ട, എന്തായാലും ഇന്ന് ഞങ്ങളുടെ പോസ്റ്റ് ഒട്ടിക്കലിൻ്റെ ഉദ്ഘാടനമാണ്, ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഞാൻ തന്നെയാണ്, അതുകൊണ്ട് മേഡം ധൈര്യമായിട്ടിരിക്കുക, പ്രഭാവതി ജയിക്കുകയൊന്നുമില്ല, ദേവിക തന്നെ ജയിക്കുകയുള്ളൂ. നമ്മളുടെ അരുന്ധതി ഫോൺ വെച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പം ഋഷി പുറകിൽ നിൽക്കണ കാണുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി ഋഷിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഋഷി, ഇനി അടുത്ത് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് നിൽക്കണയാണെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അമ്മേ, ഞാനിനി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എന്തായാലും ദേവിക ജയിക്കണം, അതേ എനിക്ക് ആഗ്രഹമുള്ളൂ, ആ പ്രൊഫസർ പ്രഭാവതി ഒരിക്കലും ജയിക്കരുത്, അല്ലെങ്കിൽ തന്നെ ഭയങ്കര അഹങ്കാരമുള്ള സ്ത്രീയാണ് അവർ, ഇനി അവർ MLA കൂടി ആയിട്ടുണ്ടെങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താവും. ആ സമയത്ത് ഋഷിക്ക് താക്കീത് കൊടുക്കണ പോലെ അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇതുപോലെയുള്ള ഒരു കാര്യത്തിലും നീ ഇടപെടരുത്, അല്ലെങ്കിൽ തന്നെ ഞാൻ 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കണേ, ഇപ്പോൾ തന്നെ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയത് നീയാന്ന് പ്രഭാവതി പറയാത്തത് കൊണ്ട് കേസും കാര്യങ്ങളൊന്നും ആയില്ല, ഇനി നീയാണെങ്ങാനും പ്രഭാവതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വില കളയണ പ്രവൃത്തിയാവും, അതുകൊണ്ട് തന്നെ നീ ഇനി ഒന്നിനും നിൽക്കരുത്, പ്രഭാവതിയെ തോൽപ്പിക്കാൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി, അല്ലാതെ ഉപദ്രവിക്കാനോ തട്ടിക്കൊണ്ടു പോകാനോ ഒന്നും നിൽക്കണ്ട, പ്രഭാവതി തോറ്റു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജയിച്ചതുപോലെ ആവും.
ഈ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട്, അമ്മ പിന്നെ ദേവികയെ വിളിച്ചേർന്നോ എന്ന് ചോദിക്കുമ്പം, ഇല്ല മോനെ, ഞാൻ വിളിച്ചില്ല. ദേവിക അന്ന് ഭയങ്കര വിഷമിച്ചല്ലേ ഇവിടുന്ന് പോയത്, അതുകൊണ്ട് പിന്നെ എനിക്ക് അവളെ വിളിക്കാൻ തോന്നിയില്ല എന്ന്. എന്നാലും വേണ്ടില്ല, അമ്മയൊന്ന് വിളിച്ചു നോക്കിയെന്ന് പറയുമ്പം, നിനക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഞാനൊന്ന് വിളിച്ചു നോക്കാം. എന്തായാലും ദേവിക എൻ്റെ മോളെ പോലെയുള്ള കുട്ടിയാണ്, അവളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അരുന്ധതി ഫോണെടുത്ത് ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇതേ സമയം ദേവികയും രജനി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് വേഗം ഫോൺ ബെല്ലടിക്കണമായിട്ട് നോക്കുമ്പം അരുന്ധതി ആണല്ലോ എന്ന് മനസ്സിലാവണത്. മേഡം ആണല്ലോ, മേഡം എന്തിനാ ഇപ്പോൾ എന്നെ വിളിക്കണേ? എന്തായാലും ഇവരുടെ ഫോൺ ഇനി അറ്റൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് നമ്മളുടെ ദേവികയാണെങ്കിൽ ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട്, എന്താ ദേവിക കോൾ എടുക്കാണ്ടിരുന്നത്, കട്ട് ചെയ്ത് എന്തിനാന്ന് ചോദിക്കുമ്പം, അത് ആവശ്യമുള്ള കോളൊന്നും അല്ല രജനി ചേച്ചി, വെറുതെ വിളിക്കണതാ. എന്തായാലും ഇനിയും വിളിക്കുമെന്ന് നോക്കാം, എന്നാൽ എടുക്കാമെന്ന് പറയണു. അങ്ങനെ വീണ്ടും അരുന്ധതിയുടെ കോൾ വന്നത് നമ്മളുടെ ദേവിക ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് രജനിയോട് പറയുന്നുണ്ട്, ഒരു മിനിറ്റ് ഇട്ടോ രജനി ചേച്ചി, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മേഡം, മേഡത്തിന് ഇനി എന്താ വേണ്ടേ, ഇനി മേഡം ആരെ തട്ടിക്കൊണ്ടുപോകാനോ പ്ലാൻ ചെയ്തേക്കണേന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ദേവിക ഞാൻ പറഞ്ഞത് നീ വിശ്വസിച്ചില്ലേ, എനിക്കതിലൊരു പങ്കുമില്ല. ഋഷിക്ക് പ്രഭാവതിയോട് കുറച്ച് ദേഷ്യമുണ്ട്, അതുകൊണ്ട് അവനങ്ങനെ ചെയ്തതെന്ന്. ആ സമയം ദേവിക ചോദിക്കുന്നുണ്ട്, ദേഷ്യമുണ്ടെന്നും പറഞ്ഞ് തട്ടി കൊണ്ടുപോയി കൊല്ലാൻ നോക്കുകയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെയാണോ മേഡത്തിൻ്റെ മോനെ പഠിപ്പിച്ചിരിക്കുന്നത്? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മേഡവും ഋഷിയും ഇത്തരക്കാരാണെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഋഷിയെ പരിചരിക്കാനൊന്നും നിൽക്കില്ലായിരുന്നു. ഞാൻ പരിചരിച്ചതുകൊണ്ടാണ് ഋഷി എഴുന്നേറ്റ് നടന്നതെന്ന് മേഡം എപ്പോഴും പറയാറുണ്ട്. എന്നിട്ട് എൻ്റെ അമ്മയെ തന്നെയല്ലേ ഋഷി തട്ടിക്കൊണ്ടുപോയതും കൊല്ലാൻ നോക്കിയതും. എന്തായാലും ഞാനിത് ക്ഷമിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് എൻ്റെ സ്വന്തം അമ്മയാണ്, അല്ലാതെ അമ്മായിയമ്മയല്ലാന്ന്. അത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട് ദേവിക, എന്തായാലും ഋഷി ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാൻ ഋഷിയെ ന്യായീകരിക്കണമൊന്നുമില്ല. ഇനി ഒരിക്കലും അവൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുകയുമില്ല, അതൊക്കെ ഞാൻ ഉറപ്പ് തരാം. എന്തായാലും ദേവികയ്ക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേന്ന് ചോദിക്കുമ്പം, ഇല്ല മേഡം, ഇനി എനിക്ക് പഴയതുപോലെ മേഡത്തെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന്. ആ സമയം അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ സങ്കടത്തോടുകൂടി ശരി ദേവിക എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കണ നമ്മളുടെ ഋഷിക്കാണെങ്കിലും വിഷമാവുന്നുണ്ട്. ഋഷി പറയുന്നുണ്ട്, ദേവിക ദേഷ്യത്തിലല്ലേ അമ്മയെന്ന് വയ്ക്കുമ്പം, പിന്നെ ദേവികയ്ക്ക് ദേഷ്യം ഇല്ലാണ്ടിരിക്കുമോ? അവൾ സ്വന്തം അമ്മയെ പോലെ കരുതുന്ന ആളെയല്ലേ നീ തട്ടിക്കൊണ്ടുപോയത്? ഒരിക്കലും നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയാണ്. ദേവിക ഫോണുമായിട്ട് പുറത്തേക്ക് പോയതും രജനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയത് എന്തോ പാർട്ടിക്കാരുമായിട്ട് രഹസ്യ ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ആദ്യം വന്ന കോൾ അവൾ അറ്റൻഡ് ചെയ്തില്ല. പിന്നീട് താൻ ചോദിച്ചതിന് ശേഷമാണ് രണ്ടാമത് വന്ന കോൾ അറ്റൻഡ് ചെയ്തത്. കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവൾ വെളിയിലേക്ക് പോയി സംസാരിക്കുക. അപ്പോൾ തന്നിൽ നിന്നും അവൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. എന്തായാലും ഇനി അമ്മയും ദേവികയും ഒരേ വീട്ടിൽ നിന്ന് ഇലക്ഷൻ പ്രചരണം നടത്തണ്ട, അതാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ദേവിക തിരിച്ചു വന്നതും രജനി പറയുന്നുണ്ട്, ദേവികയ്ക്ക് ആരായിരുന്നു ഫോൺ വിളിച്ചതെന്ന് ചോദിക്കുമ്പം, അതിപ്പോൾ ചേച്ചിയോട് പറയാൻ പറ്റിയ ആളല്ല, എന്തായാലും ചേച്ചി അറിയേണ്ട കാര്യങ്ങളും അതിനകത്തില്ല എന്ന് പറയുമ്പം രജനി പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ദേവിക പുറത്തേക്ക് പോയത്. എന്തായാലും അമ്മയും ദേവികയും മത്സരിക്കുന്ന സ്ഥിതിക്ക് രണ്ടുപേരും ഒരു വീട്ടിൽ നിന്ന് മത്സരിക്കണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം പല രഹസ്യങ്ങളും മറച്ചു പിടിക്കാനുണ്ടാവും. അതുകൊണ്ട് ദേവിക ഇനി എന്തായാലും ഇലക്ഷൻ കഴിയണ വരെ വീട്ടിൽ പോയി നിൽക്കണേ നല്ലതെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഇനി ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിലോട്ട് പോകില്ല. അച്ഛന് ഞാനത് വാക്ക് കൊടുത്തതാണ്, എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവിടെ തന്നെ നിന്ന് ഞങ്ങൾ നേരിടും. മത്സരവും ഇവിടെ വെച്ച് തന്നെയായിരിക്കും. ഇലക്ഷൻ കഴിയണ വരെ ഞാൻ ഒരു കാരണവശാലും എൻ്റെ വീട്ടിലോട്ട് പോകില്ല എന്ന്. ആ സമയത്ത് രജനിക്കാണെങ്കിൽ ആകെ അടി കൊണ്ടതുപോലെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതി വീട്ടിലോട്ട് വരണ സമയത്ത് വീട്ടിൽ സിദ്ധാർത്ഥനും നന്ദനും അതുപോലെ മാധവനും എല്ലാവരും ഉണ്ട്. പ്രഭാവതിയുടെ കൂടിയാണെങ്കിൽ ഗിരീഷിനും ഉണ്ട്. വീട്ടിലേക്ക് വന്നു കയറുന്ന സിദ്ധാർത്ഥൻ പ്രഭയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് പ്രഭ, ഇലക്ഷനിൽ പ്രഭ ജയിക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഉവ്വ ഞാൻ ഉറപ്പായിട്ടും ജയിക്കും. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ്, പ്രഭ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല, VDF മാത്രമേ ഇവിടെ ജയിക്കുകയുള്ളൂ, KDF ഇവിടെ ജയിക്കൂല എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, എന്നാൽ സിദ്ധു ചരിത്രം തിരുത്തി എഴുതാൻ തയ്യാറായിരിക്കോ, എന്തായാലും ഞാൻ മാത്രമേ ഇവിടെ ജയിക്കുകയുള്ളൂ, KDF ഈ സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു. ആ സമയത്ത് നന്ദനും പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെ മണ്ടത്തരം അമ്മയെ പറയണേ, വോട്ട് ഇതുവരെ ആയിട്ടില്ലല്ലോ, പിന്നെ അമ്മ ജയിക്കുമെന്ന് ഇങ്ങനെ ഉറപ്പിക്കണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ജയിക്കുമെന്ന്. എന്തായാലും ദേവികയ്ക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന്. ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതൊക്കെ പ്രഭയുടെ വെറും വ്യാമോഹം മാത്രം, എന്ത് വില കൊടുത്തും ഞാൻ ദേവികയെ ജയിപ്പിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജനാണ്. ഈ ദേവികയുടെ പോസ്റ്ററൊക്കെ ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇതേ സമയം മറുഭാഗത്ത് നമ്മളുടെ ഭാർഗവിയും കുറേ സ്ത്രീകളും കൂടി പ്രഭാവതിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുകയും പ്രചരണം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം ഭാർഗവിയോട് രണ്ട് ലേഡീസ് ചോദിക്കുന്നുണ്ട്, ഈ പ്രഭാവതി ജയിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്,
പ്രഭക്കുഞ്ഞ് ഉറപ്പായിട്ടും ഇവിടെ ജയിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. പ്രഭക്കുഞ്ഞല്ലാതെ ദേവിക ഒരിക്കലും ഇവിടെ ജയിക്കാൻ പോണില്ല എന്ന്. അത് കേട്ട് ആ പെണ്ണുങ്ങളിങ്ങനെ അത്ഭുതത്തോടുകൂടി ഈ ഭാർഗവിയെ നോക്കി നിൽക്കുന്നുണ്ട്. ഭാർഗവിയുടെ ഈ തൻ്റെയോടും കാര്യങ്ങളൊക്കെ കണ്ട് ആ ഒരു ഇതിലാണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.